സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവമേ, ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് ഞങ്ങളോട് കൂടെയിരിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നവനാകുന്നുവെന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവമായ കർത്താവെ, ഞങ്ങളെ വിനയപൂർവ്വം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ദുഃഖവും വേദനയും ഒക്കെ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ അവിടുത്തെ കരുണ ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ധൈര്യപ്പെടുത്തി, ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തണമേ എന്ന് വിനയപൂർവ്വം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം. ദുർഘടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ഞങ്ങളെ അവിടുന്ന് അങ്ങയുടെ മാലാഖമാരെ അയച്ച് സംരക്ഷിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ജോലി സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കൃപ ഇല്ല എങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങയുടെ കൃപ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇല്ല എങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുകയില്ല, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ അനുഗ്രഹങ്ങളും എപ്പോഴും എല്ലായിടത്തും അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളും ഇവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിനായി പോകുന്ന കുഞ്ഞുങ്ങളെ ഇവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവമേ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഭാരവും പ്രയാസവും വേദനയും അനുഭവിക്കുന്ന അതിൻ്റെ മക്കളെല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശ വന്ന് വേദന അനുഭവിക്കുന്ന എൻ്റെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വഴി തുറക്കുന്നവൻ നീയാണ്, വാതിൽ തുറക്കുന്നവൻ നീയാണ്. നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് ദൈവകൃപയിൽ പൊതിഞ്ഞ് അനുഗ്രഹിച്ച് നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.